പിക്ചർ ആക്ടർമാർ സ്റ്റേജിൽ കയറി അവർ നൃത്യം കാണിക്കും പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് അത് പറയലും അത് കേൾക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന വേദികൾ എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പൊതിയുന്ന വേദികളാണ്, സദസ്സുകളാണ്. അവിടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ആവേശങ്ങൾ നിറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതകാലത്തിൽ തന്നെ ധാരാളം സ്വഹാബത്ത് ഉണ്ട്. ആ അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറഞ്ഞ് അതുകൊണ്ട് അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ഒരു വലിയൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ മിമ്പർ വരെ അഥവാ സ്റ്റേജ് വരെ കെട്ടി കൊടുത്തിരുന്നു. ഉയർന്ന സ്ഥലം, എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ മദ്ഹ് പറയണമെന്ന്. റസൂലുള്ളാഹിനെ മദ്ഹ് പറയലും അത് കേൾക്കലും അത് റസൂലുള്ള അംഗീകരിച്ചൊരു നല്ലൊരു ഇബാദത്താണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് ഹബീബായ തങ്ങളെ മദ്ഹ് പറയുക. എന്നാൽ എങ്ങനെയാണ് മദ്ഹ് പറയേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലിരിക്കുമ്പോൾ അവർ തങ്ങളെ ദൃഷ്ടിച്ച് നോക്കാറുണ്ടായിരുന്നില്ല. അദബുകേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവർ തല ഇങ്ങനെ താഴോട്ടിറക്കി ഇങ്ങനെ വളരെ ഗൗരവത്തോടുകൂടെ തങ്ങളിങ്ങനെ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച അദബോടെ ജീവിച്ചവരാണ് സ്വഹാബത്ത്. ആ സമയത്ത് അദബോടുകൂടെയാണ് റസൂലുള്ളാഹിനെ കൂടെ അവർ ജീവിച്ചത്. അങ്ങനെ റസൂലുള്ളാഹിനെ മദ്ഹുകൾ പറഞ്ഞ കവികളും അവർ ധാരാളം മദ്ഹുകൾ പറഞ്ഞ് അവർ അതിൽ അദബ് പാലിച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ബുർഉദ്ദ എന്ന ആ ഒരു ഖസീദ അൽഹംദുലില്ലാഹ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും അത് വ്യാപകമായി പാടുന്ന ആളുകളും പാട്ട് കേൾക്കലും അതുകൊണ്ട് ബർക്കത്തെടുക്കലും ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് ബുർദയുടെ ഇശലുകൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉമ്മമാർ ചെല്ലുന്നൊരു പതിവ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് അത് പ്രത്യക്ഷത്തിൽ പാടാൻ തുടങ്ങുകയും അത് ആദ്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് യുവാക്കളായ ആളുകൾ പെരുന്നാളും അതുപോലെ മുസ്ലിം ആഘോഷ ദിനങ്ങളിലെല്ലാം അവർ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി കടപ്പുറത്തും അതേപോലെ തന്നെ അനാവശ്യമായ വിനോദങ്ങളെല്ലാം അവർ സ്റ്റേജ് കെട്ടി അതുകൊണ്ട് രസിക്കുന്ന ഒരു ആഘോഷമാക്കി അവർ മാറ്റുന്ന ഒരു പതിവായിരുന്നു പഴയ കാലത്ത്. അത് കണ്ട കേരളത്തിലെ പണ്ഡിതന്മാർ അതേ വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു മൈതാനിൽ ബുർഉദ്ദ മജ്ലിസ് ഉണ്ടാക്കുകയും വളരെ രസകരമായ രൂപത്തിൽ ദഫോടുകൂടെ വെറുതെ പാടുകയും അതിന് ആയിരക്കണക്കിന് യുവാക്കൾ വന്നു ചേരുകയും അതിനാൽ അവരുടെ അനാവശ്യങ്ങളെല്ലാം നിർത്തലാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന് വേണ്ടി മാത്രം അവരുടെ ആ ദിനങ്ങളെ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. അങ്ങനെ മദ്ഹ് റസൂലുള്ളാഹിനെ മദ്ഹ് പറയുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴെല്ലാം ചില സന്ദർഭങ്ങളിൽ ചില പുതിയ കവികൾ അഥവാ ഇശലുകൾ പാടുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് അവർ സ്റ്റേജിൽ കയറിയാൽ അവർ ആരെയാണ് മദ്ഹ് പറയുന്നത് എന്ന് അവർക്കറിയാത്ത രൂപത്തിലാണ്. ഏതൊരു നേതാവിനെയാണ് അവർ മദ്ഹ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുമ്പോൾ എത്ര അദബ് വേണം.
റസൂലുള്ളാഹിൻ്റെ പേരിൽ നടത്തുന്ന മജ്‌ലിസ്, ആ മജ്‌ലിസിന് വലിയ ഫലങ്ങളുണ്ട്, വലിയ ബർക്കത്തുണ്ട്, റഹ്മത്തിൻ്റെ മലക്കുകൾ പൊതിയുന്ന ഒരു സദസ്സാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം വളരെ അതബോടുകൂടെ ആ ബുർദാൻ്റെ വരികൾ വളരെ അന്തസ്സോടുകൂടെ നല്ല ശൈലിയിൽ ആ ബുർദ ഇന്ന് ചില സദസ്സുകളിൽ കയറി ചില ആളുകൾ പാടുന്ന ശൈലി കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, പിക്ചർ ആക്ടർമാർ സ്റ്റേജിൽ കയറി അവർ നൃത്യം കാണിക്കും പോലെ ഒരു ജാതി നൃത്യം കാണിച്ചുകൊണ്ടാണ് അവർ മദ്ഹ് ആലാപിക്കുന്നത്. യഥാർത്ഥത്തിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ യുവാക്കളാണ്, അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. ശ്രോതാക്കളുടെ ആവേശം നോക്കി നമ്മൾ കുലുങ്ങാൻ പാടില്ല. ആ ശ്രോതാക്കളുടെ ആവേശം ഉള്ളത് റസൂലുള്ളാഹിനുള്ള മഹബത്താണ് അവിടെ ആവേശത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ മഹബത്ത് അതബോടുകൂടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ ബുർദ പാടുന്ന ആൾ വളരെ അതബോടുകൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാതെ നല്ല നിലക്ക് നിന്ന് അഥവാ ഇരുന്ന് പാടിക്കൊടുക്കുക. പാടുമ്പോൾ ഏത് ശൈലിയിൽ പാടിയാലും പ്രശ്നമില്ല, അതൊരു ആക്റ്റായി മാറാൻ പാടില്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇന്ന് നോക്ക്, അങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തും. അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല അദബും നല്ല ഇഷ്കും കൊടുത്ത് അവരുടെ ബുർദാഇന് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോയിലേക്ക് വീക്ഷിക്കുക.